വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ ട്രേഡ് എനിക്ക് ബയോകോണിൽ ഒരു ബുള്ളിഷ്നെസ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായി. പിന്നെ എൻ്റെ എൻട്രി കണ്ടീഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ 402.85 എൻട്രി എടുത്തിട്ടുണ്ട് വിത്ത് റിസ്ക് ഓഫ് 130 rupees ആൻഡ് SL ഈസ് 400.70. പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി 1:2 വിച്ച് ഈസ് 407.10 ആ ലെവലാണ് ഇവിടെ. പിന്നെ മെയിൻ ടാർഗറ്റ് വിൽ ബി 415.80 ഈ ലെവൽ. സോ നോക്കാം എങ്ങനെ ട്രേഡ് പോകുന്നു. ഇപ്പോൾ ട്രേഡ് 30 rupees ലോസിലുണ്ട്, 42 ലോസായി. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ബയോകോണിൽ എസ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എസ്ലിറ്റ് ആയി. പിന്നെ 134 rupees ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡാണ്. ഞാൻ ഇനിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ അപ്ഡേറ്റ് ആക്കിയിട്ടാണ്. IRFCയിൽ ഞാൻ ചെറിയ റിസ്കിലെടുത്തിട്ട് അത് ലോസ് ആയിട്ടുണ്ട്. അതിൽ ഞാൻ 100 rupeesന് ഒരു 90 rupeesനെയാണ് റിസ്ക് എടുത്തത് ഇവിടെ എടുത്തത്. ആൻഡ് ഇതും ഇന്ന് സെലക്ട് ആയിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇപ്പോൾ ജിഞ്ചർ സ്റ്റീലിലാണ് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ലെവൽ കിട്ടിയ പിന്നെ നോക്കാം. ആൻഡ് ഇന്ന് 2 ലോസ് ഓൾറെഡി ആയിട്ടുണ്ട്, IRFCയിലും ആയിട്ടുണ്ട്. പിന്നെ വേറെ ഇന്നൊന്നും എടുത്തിട്ട് രാവിലെ ബയോകോണിലാണ് ഞാൻ എടുത്തത്. ഞാൻ അതിന് ഇതിലും ഇന്ന് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, എനിക്ക് ഇതിൽ എൻട്രി കിട്ടി. ആൻഡ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പുറത്തുണ്ടായിന്. പിന്നെ സ്ക്രീൻ റെക്കോർഡാക്കാണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ആൻഡ് പിന്നെ ഇപ്പോൾ എൻ്റെ ട്രേഡിൻ്റെ ഇത് കുറേ വന്നിട്ടുണ്ടായിന്, 190 എന്തോ വന്നിട്ടുണ്ടായിന്. ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ടാർഗറ്റ് ഇതാണ് 1001.85. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നെ എക്സിറ്റ് ആക്കാൻ വിചാരിച്ചു, കാരണം ഓൾറെഡി 2 ലോസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സോ ഞാനിപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിലാക്കിയിട്ട് 989.30 ഈ ലെവൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എൻട്രി ലെവൽ എടുത്താണ് വെക്കല്, ബട്ട് ആടാണ് വെക്കേണ്ടത്. ബട്ട് എനിക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഞാൻ കുറച്ച് താഴെ വെച്ചു. പറഞ്ഞാൽ ഞാൻ എൻ്റെ ലോസ് ഇപ്പോൾ കുറച്ച് മിനിമൈസ് ആക്കി, അത്രയേ ഉള്ളൂ. ആൻഡ് നോക്കാം, അങ്ങനെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 369.60 എൻട്രി എടുത്തിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ട്രേഡ് എടുത്തിട്ടുണ്ട്, ബട്ട് എനിക്കൊരു പ്രൊബാബിലിറ്റി ഉണ്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ടാർഗറ്റ് 1:2 തീരുമാനിച്ചിട്ടാണ്, 1:2 അല്ലെങ്കിൽ ഈ ലെവലോ നോക്കാം. അപ്പോൾ ഗൈസ്, ജിഞ്ചർ സ്റ്റീൽ നീത്ത പോകുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ സ്വിംഗ് ആയി ബ്രേക്ക് ആയ പിന്നെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇപ്പം. പിന്നെ ഈ റാലീസ് താഴെ പോകുന്നുണ്ട്. ഇതിലൊരു മൊമെൻറ്റ്, ഇങ്ങനൊരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ട്, അപ്പോൾ ഇത് ട്രാപ്പ് ആവുമായിരിക്കും. അപ്പോൾ ഇതിലൊരു SL കൊടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ SL ബ്രേക്ക് ഇവൻ്റെ മീത്ത കോസ്റ്റ് വെക്കും പറഞ്ഞത് സ്വിംഗ് ആയി ബ്രേക്ക് ആയി പിന്നാലെ. ബട്ട് ഇപ്പോൾ എനിക്ക് 3 മണിയായില്ല, പിന്നെ അതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവാനായതുകൊണ്ട് ഞാൻ SL കോസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ SL വീണ്ടും ട്രെയിൽ ചെയ്യുന്നു. ഇത് വോയിസ് ഓവറാണ്, ഞാൻ കുറച്ച് വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട്. ട്രെയിൽ ചെയ്യുന്നത് ബിക്കോസ് 3.6 ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് തന്നെങ്കിൽ അത് നമുക്ക് ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ താഴെ വന്നാൽ എനിക്ക് കുറച്ചും കിട്ടിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ബിക്കോസ് സമയം തീരാനായി, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, സ്വിംഗായി ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ 3.10 ഞാൻ മാക്സിമം 3.18 വരെ ഇൻട്രാഡേ ട്രേഡ് ഹോൾഡ് ആക്കാറുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ SLന് കുറച്ച് ട്രെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാലോ? ഓക്കെ, 996 അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ പോവാം, മോഡിഫൈ കൊടുക്കാം. ആൻഡ് 96.20 സെറ്റ്.
ബിക്കോസ് ടൈമില്ല. അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് ഡൗൺ സൈഡിലൊക്കെ വന്നാൽ നമുക്ക് കുറച്ചും കിട്ടും. അതാണ്. പിന്നെ മെയിൻ ഞാൻ എല്ലാ ക്വാണ്ടിറ്റിയും ഞാൻ ടി പിയിൽ തന്നെ എക്സിറ്റ് ആക്കും. ലിമിറ്റ് പ്രൈസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ പോകണം. അപ്പോൾ ഞാനല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ആക്കാം കുറച്ച്. അപ്പോൾ ഗൈസ് എൻ്റെ ടോട്ടൽ ലോസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 32 റുപ്പീസ് ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ നേരത്തെ കുറേ ലോസിലുണ്ടായില്ലേ. ഇപ്പോൾ നോക്കാം എങ്ങനെ. ടാർഗറ്റ് ഹിറ്റായിട്ടാണ്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ആക്കുന്നത്. എങ്ങനെ പോകുന്നു നോക്കാം. നെക്സ്റ്റാണ് മിസ്സ്. കുറച്ചൊരു 0.85 പോയിൻറ്റ്സാണ് ദൂരെ ഉള്ളത്. 1,135 ആയി. നോക്കാം ഹിറ്റാണോ ഇല്ലേ. എസ്സലും ട്രെയിലാക്കണോ വേണ്ടേന്ന് ചിന്തിക്കുന്നു. നോക്കട്ടെ, കുറച്ച് ഇനിയും വെയിറ്റ് ആക്കിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 49 ആയി, 46 ആയി ടോട്ടൽ ലോസ്. SL ട്രെയിലാക്കാം. 9 ഇവിടെ വെക്കാം. ഈ ക്യാൻഡിൻ്റെ ലോയിൽ തന്നെ വെക്കാം. 998.45 അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. 998.45 ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ SL ട്രെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് താഴെ വന്നാലും നമുക്ക് കുറച്ച് പ്രോഫിറ്റും കിട്ടും. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:2 തന്നു. ബിക്കോസ് 130 റിസ്ക്കില്ല. ഇപ്പോൾ ടോട്ടൽ 300 സംതിങ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രോഫിറ്റ്. അപ്പോൾ 1:2 തന്നു. ഈ ട്രേഡ് ടാർഗറ്റ് ഹിറ്റാകുമ്പോൾ 1:2.75 ആണ് തരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. നോക്കാം ഹിറ്റാണോ ഇല്ല. അതുവരെ നമുക്ക് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ സമയം 3:13 ആയി. അതാണ് വലിയ പ്രശ്നം. കാരണം ടാർഗറ്റ് സെറ്റായിട്ട് എക്സിക്യൂട്ടായി. ആൻഡ് ഇന്ന് ടോട്ടൽ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ഓർഡർ ആക്കാം. പിന്നെ ഇന്നത്തെ ട്രേഡിൽ 3 റുപ്യ നമുക്ക് നഷ്ടം. ഇന്നത്തെ നഷ്ടമാണ് 3 റുപ്യ. ബ്രേക്ക് ഇവനിലായി. നല്ലപോലെ പോയി. കുറേ സമയം ടെസ്റ്റ് ചെയ്തു. ഞാൻ എവിടെയെങ്കിലും SL കോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബ്രോക്കർ കാരണം എക്സിക്യൂട്ട് ആവട്ടി. ആൻഡ് ഇന്ന് 3 ലോസാണ്. അതിനിപ്പോൾ റാലീസിൽ ചെറിയൊരു ലോസ് കൊടുത്തു. അങ്ങനെ പിന്നെ വേറെ IRFC അതിലും നമ്മൾ ഇന്ന് ലോസ് കൊടുത്തു. ചെറിയ ലോസ്. ചാർട്ടിൽ നമ്മളെപ്പോഴും അങ്ങനെ ആകണം. എപ്പോഴും ലോസ് കൊടുക്കുമ്പോൾ ചെറിയ ലോസ് എടുക്കുക. പക്ഷേ പ്രോഫിറ്റ് എടുക്കുമ്പോൾ വലുതെടുക്കണം. അപ്പോൾ നമുക്ക് അറ്റ് ദി എൻഡ് വി ആർ ഇൻ പ്രോഫിറ്റബിൾ ഓൺലി. പിന്നെ അതാണ്. റാലീസിൽ ചെറിയ ലോസാണ് ആയത്. പിന്നെ ജിൻഡൽ സ്റ്റീൽ ഇന്ന് നല്ലപോലെ വർക്കായി. ആൻഡ് പിന്നെ വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതായത് ഇന്നത്തെ എൻ്റെ ട്രേഡ് റാലീസ് 122 ലോസ്, 345 പ്രോഫിറ്റ്, 92 ലോസ്, 134 ലോസ്. അപ്പോൾ ലോസ് കുറച്ച് കൊടുക്കുക, പ്രോഫിറ്റ് നമ്മൾ വലുതെടുക്കുക. അപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവും. പിന്നെ ഒരു കാര്യം ഗൈസ്, ഞാൻ എടുത്ത പോലെ ഇങ്ങനെ നിങ്ങളും ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ 3 ട്രേഡ് ലോസ് ആയി, പിന്നെ 4ാമത്തെ ട്രേഡ് പ്രോഫിറ്റബിൾ ആയി. ബട്ട് ഇതെൻ്റെ റിസ്ക് പറ്റിയായിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇത് ട്രേഡ് എടുത്തത്. കാരണം ഞാൻ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ട്രേഡ് എടുക്കാറുണ്ട്. എൻ്റെ സെറ്റപ്പ് പിന്നെ എനിക്ക് A+ തോന്നിയാൽ മാത്രം. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ പോലെ എൻ്റെ ട്രേഡ് നോക്കിയിട്ട് ഇങ്ങനെ ലോസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. അതാണ് ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ പറയേണ്ടത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ട്രേഡ് മാനേജ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് ഗ്രോ ചെയ്യാം.